പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മൗനം അവലംബിക്കുന്നത് ഒരു ബലഹീനതയായി കാണരുത്. അതൊരു ഇടവേളയാണ്. നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങളെക്കാൾ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന പൊള്ളത്തരങ്ങളെയും കള്ളത്തരങ്ങളെയും ഈ ലോകം ഒരുപക്ഷെ കൂടുതലായി വിശ്വസിച്ചു തുടങ്ങുമ്പോൾ സത്യം തെളിയിക്കുവാൻ നമ്മൾ എടുക്കുന്ന ചെറിയൊരു ഇടവേളയായി മൗനത്തെ, ബഹളങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങലിനെ കാണാൻ സാധിക്കണം. പച്ചയായ ജീവിതമാണ്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അവയെ മറികടക്കണം. വിജയിച്ച് കാണിച്ചു കൊടുക്കണം. കുതിച്ചുയരണം എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോഴും ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവരുടെ മുൻപിൽ താഴാനും അടിമയെപ്പോലെ ജീവിക്കുവാനും താല്പര്യമില്ലാത്തവർക്ക്, ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും ആത്മാഭിമാനത്തോടെ ജീവിച്ചേ മതിയാകൂ എന്ന് വാശിയുള്ളവർക്ക് ജീവിതത്തിലെ ചില അവസരങ്ങളിലെങ്കിലും മൗനം ഒരു നല്ല ഇടവേളയും വിശ്രമ സമയവുമാകാറുണ്ട്. അടിമയെപ്പോലെ ജീവിക്കാനും താല്പര്യമില്ലാത്തവർക്ക്, ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും ആത്മാഭിമാനത്തോടെ ജീവിച്ചേ മതിയാകൂ എന്ന് വാശിയുള്ളവർക്ക് ജീവിതത്തിലെ ചില അവസരങ്ങളിലെങ്കിലും മൗനം ഒരു നല്ല ഇടവേളയും വിശ്രമ സമയവുമാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും പറയാതെ തന്നെ കേൾക്കുകയും നോക്കാതെ തന്നെ സ്വയം കാണുകയും ചോദിക്കാതെ തന്നെ സ്വയം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലാണ് മൗനത്തിൻ്റെ, ശാന്തതയുടെ മൂല്യം ഉൾച്ചേർന്നിരിക്കുന്നത്. ഓർക്കുക, ഇത്തരം ഇടവേളകളുടെ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ശരിയായി മനസ്സിലാക്കാനും അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാനും പുതിയ ആശയങ്ങൾക്ക് വഴി കണ്ടെത്തുവാനും ആരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുവാനും അസാധ്യമായവ കണ്ടെത്തുവാനും പ്രതിബന്ധങ്ങളെ കീഴടക്കി വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് ധൈര്യം ലഭിക്കുക. അതുകൊണ്ട് ഇപ്പോഴും വൈകിട്ടില്ല. ഇനിയും ഒരു പുതിയ തുടക്കം സാധ്യമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഏവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം സേവേറിയോസ്.